ഹായ്, പുതിയൊരു വീട്ടിൽ സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ആട് ജീവിതം. ഇപ്പം ബ്ലോക്ക് ബസ്റ്ററായിട്ട് ഇപ്പോൾ ടിക്കറ്റ് ഒന്നും കിട്ടാനില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ് ആട് ജീവിതം. ഇപ്പോൾ ഈ ഒരു പടം ഞാൻ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പടം റീമേക്കിന് ഒരു ഭാഷയിലും ഇങ്ങനെ കൊടുക്കാതിരിക്കുക. ഇപ്പം അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, ഈ ഒരു പടം റീമേക്ക് അവകാശം തമിഴിലോ വല്ലതും പോയാൽ എങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പടം റീമേക്ക് അവകാശം ഒരു തമിഴിൽ പോയാൽ, തമിഴ് മാത്രമല്ല തെലുങ്കിൽ, ഞാൻ തെലുങ്ക് ആക്ടർമാരെ പറ്റി ഞാൻ കുറേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുകൂടെ ഒന്ന് കയറി കാണുക. കാരണം അത് ചുമ്മാതെ തോന്നി ഇട്ടതല്ല, നമ്മൾ ഓരോ ആക്ടർമാരെ കണ്ട് വിലയിരുത്തി ഇട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്, ആ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതും കൂടെ കയറി കാണാൻ നോക്കുക. അപ്പോൾ ഈ റീമേക്ക് അവകാശം ഇപ്പം തമിഴിൽ പോയാൽ, ഇപ്പോൾ എല്ലാവർക്കും പരിചയമുള്ളൊരു ഡയറക്ടറായിരിക്കും ആറ്റ്ലി എന്നുള്ളത്. ആറ്റ്ലി ഈ ആട് ജീവിതം ഡയറക്ഷൻ ചെയ്താൽ അതിൻ്റെ സ്റ്റോറി എങ്ങനെ ആയിരിക്കും, എന്നിട്ട് റീമേക്ക് അവകാശം പുള്ളി എടുത്ത് ഇപ്പോൾ അതിൻ്റെ ആ സ്റ്റോറി എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഫുള്ള് ഞാൻ ഇതിനകത്തൂടെ പറയുന്നതായിരിക്കും. ഇപ്പോൾ ആട് ജീവിതത്തിൻ്റെ സ്റ്റോറി നമുക്കറിയാം. ആ ഒരു സ്റ്റോറി എങ്ങനെ അറ്റ്ലിക്ക് കിട്ടിയാൽ എങ്ങനെ ഡയറക്ഷൻ ചെയ്യും എന്നുള്ളൊരു, ഇപ്പോൾ റീമേക്ക് ആവശ്യം കിട്ടിയാൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഡയറക്ടർ അറ്റ്ലി സാറിന് സംവിധാനം ചെയ്യുമ്പം ആക്ടറായിട്ട് വരുന്നത് ഇപ്പോൾ അടുത്ത കാലത്താണ് മാറാൻ നോക്കിയത്. ഇപ്പോൾ നേരത്തെയൊക്കെ വിജയ് ആയിരിക്കും പിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ അറ്റ്ലിയെ വഷളാക്കാൻ കാരണം വിജയ് തന്നെയാണ്. അപ്പോൾ ഈ വിജയ് ആക്ടറായിട്ട് വരുമ്പോൾ അതിനകത്ത് എങ്ങനെ, ഇപ്പോൾ അറ്റ്ലിയുടെ ഡയറക്ഷനിൽ അറിയായിരിക്കും കൂടുതലും ഡബിളും ട്രിപ്പിളും റോളുകൾ ചുമ്മാതെ വലിച്ചു വാരിയിട്ടേക്കുമായിരിക്കും. അപ്പോൾ അതും ഇതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട് ഒരു സ്റ്റോറി പോലെ. ആട് ജീവിതം തമിഴ് റീമേക്കിലാണ്. അപ്പോൾ തമിഴ് റീമേക്കിലോട്ട് വരുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ ദ ഗോഡ് ലൈഫ് സാമിക്കും മേലെ ഒരുവൻ, ഇതാണ് സബ് ടൈറ്റിൽ. സാമിക്ക് മേലെ ഒരുവനാണ് സബ് ടൈറ്റിൽ. അറ്റ്ലി ഫിലിം. അപ്പോൾ ഈ തുടങ്ങും ടൈറ്റിൽ ഒക്കെ കഴിഞ്ഞ് ഈ ആട് ജീവിതം തുടങ്ങുമ്പം ഓർമ്മയുണ്ടായിരിക്കും, ഈ പൃഥ്വിരാജ്, നജീബും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി എയർപോർട്ടിൽ വന്നിറങ്ങുന്നത്, അതായത് ദുബായിൽ വന്നിറങ്ങുന്ന ഒരു സീൻ വെച്ചാണ് സ്റ്റോറി തുടങ്ങുന്നത്. അപ്പോൾ ഇതിന് പകരം സൗദി അറേബ്യ വെച്ചാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു അറബി ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകും. അപ്പോൾ അവരുടെ ആ ഒരു പെൺകൊച്ചിനെയാണ് തട്ടിക്കൊണ്ട് പോകുന്നത്. അവരുടെ അച്ഛനെ കൊന്നിട്ട് ഇവരുടെ അമ്മയാണെങ്കിൽ ഒറ്റയ്ക്കാക്കിയിട്ട് ഈ കൊച്ചിനെ കൊണ്ട് കടന്നു പോവുക. അത് അങ്ങനെ വെച്ചാണ് പടം തുടങ്ങുന്നത്. അവരുടെ അമ്മ, അതായത് അറബിയുടെ അറബി നാട്ടിലെ അവരുടെ അമ്മ കിടന്ന് കരയുന്ന, ദൈവമേ രക്ഷിക്കാൻ ആരും ഇല്ലയോ. അപ്പോഴാണ് നമ്മുടെ എൻട്രി വരുന്നത്. ഇതിനകത്ത് ഡബിൾ റോളാണ് പുള്ളിക്ക്, ആ ഒരു 2 പേർക്ക് പകരം ഇതിനകത്ത് വിജയുടെ ഡബിൾ റോളാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അറ്റ്ലി ആയതുകൊണ്ട് മാത്രമാണേ. അപ്പം ഡബിൾ റോൾ എന്ന് പറയുമ്പോൾ ഒന്ന് പുള്ളിയുടെ ലുക്ക് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ കാണുന്ന വിഗും താടി ട്രിം ചെയ്തിട്ടേക്കുന്ന താടി, കാരണം അറിയാം ഇതേപോലെ ട്രിം ചെയ്തിട്ടേക്കുന്ന താടിയും, അതിന് 2 പേർക്കും അത് തന്നെ. പക്ഷേ പുള്ളി അതിനകത്തെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് നല്ല ഒരാൾ ഇച്ചിരി ചേട്ടനും ഒരാൾ അനിയനുമാണ്. അനിയൻ എന്ന് പറഞ്ഞാൽ പക്ഷേ 2 പേരെയും കണ്ടാൽ എനിക്ക് ഏകദേശം ഒരു പ്രായമായിട്ട് തോന്നും, കാരണം അറ്റ്ലിയുടെ പടമല്ലേ. അപ്പോൾ അത് നമ്മൾ ഊഹിച്ചെടുത്തോണം, അത് ചേട്ടനും അനിയനുമാണ് ചിന്തിച്ചെടുത്തോണം. അപ്പോൾ ഇവരുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഇച്ചിരി പെണ്ണുങ്ങളുമായിട്ടൊക്കെ നല്ല ഒലിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ, എന്ന് വെച്ചാൽ ഇച്ചിരി കോപ്രായം കാണിക്കുന്നത്, കാരണം കോപ്രായം കാണിക്കണമല്ലോ. അപ്പോൾ കോപ്രായം കാണിക്കുന്ന ഒരാൾ ഇച്ചിരി സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഒരാൾ. അപ്പോൾ ഇവിടെ വെച്ചാണ് തുടങ്ങുന്നത്. ഇവർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ എൻട്രി എനിക്ക് ഒരു സാധാരണ ആളുടെ ഒരു എൻട്രിയാണ്, സാധാരണ മനുഷ്യൻ്റെ. അപ്പോൾ ആ സാധാരണ ആളുടെ എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു വിജയം അവിടെ നോർമൽ രീതിയിൽ ഇറങ്ങി വരുന്ന എയർപോർട്ടിൽ കാണിക്കുക. അപ്പോൾ മറ്റേ ആളെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഇയാളെ കിടന്ന് വിളിക്കുക, പേര് എന്ത് വേണമെങ്കിലും വിളിക്കുമ്പം ഈ പുള്ളിയെ കാണുന്നില്ല. അപ്പോൾ അയാൾക്ക് വേണ്ടി ഒരു മാസ് എൻട്രി വേണ്ടേ, പുള്ളിയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടി പുള്ളിയുടെ എൻട്രി എന്ന് പറഞ്ഞാൽ എയർ ഫോഴ്സസ്, ആ സമയത്തൊന്നും എയർ ഫോഴ്സസ് ഒന്നും 93 നടക്കുന്ന 94 ആ സമയത്തൊന്നും എയർ ഫോഴ്സസിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതി വെച്ച് ആ ഒരു കാലഘട്ടം മാറ്റാം, 93 കാലഘട്ടം മാറ്റാം. ഇപ്പോൾ 2010 ലേറ്റസ്റ്റ് ഈ സമയത്ത് നടക്കുന്ന രീതിയിലാക്കിയോ, സാറിന് അറ്റ്ലിയല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ ആ എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു എയർ ഹോസ്റ്റസിനെ ഉമ്മ വെക്കുന്നതാണ് എൻട്രി. അപ്പോൾ അങ്ങനെ ഇവർ കണ്ടുമുട്ടുന്നു. ആ ഉമ്മ വെച്ച് കഴിഞ്ഞിട്ട് ഇവർ കണ്ടുമുട്ട് കഴിഞ്ഞിട്ട് ആ സീൻ കഴിഞ്ഞിട്ട് കണ്ടുമുട്ടുന്നു. ഇവർ 2 പേരും ചേട്ടൻ അനിയനും കൊണ്ട് കണ്ടുമുട്ടി കഴിഞ്ഞിട്ട് ഇവർ 2 പേരും കൂടെ ജോലി സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പം ഇവരെ തിരക്കി വരുന്നതെന്ന് പറയാം. സാധാരണ മറ്റേ ആട് ജീവിതത്തിനകത്ത് പുല്ലും ഇതുമൊക്കെ മേയ്ക്കുന്നതിനടുത്ത് ആ ഒരു വണ്ടിക്കകത്താണ് കൊണ്ടുപോകുന്നവരെ. ഇതിനകത്താണെങ്കിൽ വിജയ് ആയതുകൊണ്ട് വിജയ്ക്കാണെങ്കിൽ വിജയുടെ സ്റ്റാറ്റസ് അനുസരിച്ച് നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് വിജയ്ക്ക് വലിയ ഒരു ലോറി, അത് AC ലോറി, നമ്മുടെ ഈ ഉള്ളിൽ കൂടെ പോകുന്നില്ല, ആ ഒരു ലോറിയാണ് പുള്ളിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കാറ്റ് കൊണ്ടൊക്കെ 2 പേരും കൂടെ കാറ്റ് കൊണ്ടൊക്കെ പോകുന്നത്, കാരണം അങ്ങനെ വിജയുടെ സ്റ്റാറ്റസ് നോക്കണമല്ലോ. അങ്ങനെ സ്റ്റാറ്റസ് നോക്കി ഇവരെ കൊണ്ടുപോകുന്നത് മരുഭൂമിയിലോട്ടാണ്. മരുഭൂമിയിൽ കൊണ്ടുപോയി കഴിയുമ്പം ഇവർക്ക് സാധാരണ മലയാളം ആട് ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും, അത് അറിയാം, ചൂടും വെയിലും കൊണ്ട് അവിടെ കിടക്കണം. പക്ഷേ ഈ വിജയ് അറ്റ്ലി ആയതുകൊണ്ട്
വിജയ്ക്ക് വേണ്ടി വലിയൊരു കൊട്ടാരമാണ് പണിഞ്ഞു വെച്ചേക്കുന്നത്. അതായത് ഒരു മരുഭൂമിയുടെ നടുക്ക് വലിയൊരു കൊട്ടാരം. ആ കൊട്ടാരത്തിനകത്ത് കുറേ ആടുകളുണ്ട്. ആടുകളുടെയൊക്കെ VFX ആണ്. കാരണം ഒറിജിനൽ ഇതൊന്നും വേണ്ട. ആടിൻ്റെ ഒട്ടകത്തിൻ്റെ മൊത്തം ഫുള്ള് VFX ഇല്ലെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. കാരണം അറ്റ്ലി ആയതുകൊണ്ട് ഗ്രീൻ സ്ക്രീൻ ഇട്ട് ഫുള്ള് VFX ആക്കി വെച്ചിട്ടുണ്ട് ആടുകളെ മൊത്തം. അപ്പോൾ നമ്മൾ ചിന്തിച്ചോണം, ആട് ഫാം ആണെന്ന് ചിന്തിച്ചോണം. അപ്പോൾ അങ്ങനെ വലിയൊരു കിലോമീറ്റർ കണക്കിന് വലിയൊരു ഹാളിനകത്ത് ഇതേപോലെ ആടുകളെയൊക്കെ തീറ്റാൻ വേണ്ടി വെച്ചേക്കും. അപ്പോൾ അതിനകത്ത് മൊത്തം AC ആണ്. വിജയുടെ സ്റ്റാറ്റസ് നോക്കണ്ടേ. പക്ഷേ പുള്ളിക്ക് താമസിക്കാൻ വലിയൊരു മുറിയും വലിയ AC ആയിട്ടുള്ള മുറിയും ഈ സാധനങ്ങളും പിന്നെ ഒരു ബൈക്കും ഇതൊക്കെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. കാരണം അറ്റ്ലി അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ എന്തോ ഈ RBയുടെ പുള്ളി വരുമ്പോഴേ 2 വിജയം ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ഇച്ചിരി സീരിയസ് ആയിട്ട്, ഒന്ന് ഇച്ചിരി എന്തോ അലവരാതി ക്യാരക്ടർ, എന്തോ ഇത് കോപ്രായം കാണിക്കുന്ന ക്യാരക്ടർ. അപ്പോൾ ഒരാളാണെങ്കിൽ സീരിയസ് ക്യാരക്ടർ ആയതുകൊണ്ട് അപ്പോൾ അവിടെ വെച്ച് ഒരു പെൺകൊച്ചിനെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു തട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ എന്ന് പറഞ്ഞു. ആ പെൺകൊച്ചിനെ തട്ടിക്കൊണ്ട് പോകുന്നത് ഇത് ഇയാൾ ചൂഷണം ചെയ്യുന്നത് കാണുമ്പോൾ ഈ സീരിയസ് ആയിട്ടുള്ള വിജയ്ക്ക് ഭയങ്കര വിഷമമാകുന്നുണ്ട്. ഇയാൾ ആരാണെന്നൊന്നും പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അത് കഴിയുമ്പോൾ ഇയാൾ ഒരു പാവത്താനെ പോലെയൊക്കെ ഇരിക്കുന്നത് അല്ല ഈ വിജയ്. അപ്പോൾ ഇയാളാണെങ്കിൽ അടുത്ത് പോയി അറബി പോയി കഴിയുമ്പോൾ ഇയാളുടെ കൊച്ചിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് കഥ മനസ്സിലാക്കുന്നുണ്ട്. എന്തോ കഥയൊക്കെ മനസ്സിലാക്കി വെക്കുന്നു. അപ്പോൾ കൊച്ചു പറഞ്ഞു കൊടുക്കുന്നത് എന്നെ ഇതുപോലെ തട്ടിക്കൊണ്ട് വന്ന് ഇത്. പക്ഷേ ഇവർ രണ്ടുപേരും എല്ലാവരും പറയുന്ന എന്തുവാ തമിഴാണ്, അറബിയല്ല പറയുന്നത്. ഈ അറബി പറയുന്നതും തമിഴ്, കാരണം അറ്റ്ലി അല്ലേ. ഈ അറബി പറയുന്നതും തമിഴ്, എല്ലാവരും പറയുന്ന തമിഴാണ്. അറബി നാട്ടിലാണെങ്കിൽ എല്ലാവരും പറയുന്ന തമിഴ്. അപ്പോൾ ഇവർ എല്ലാവരും കൂടെ തമിഴ് സംസാരിച്ച് എല്ലാം ഇതൊക്കെ ആക്കി അപ്പം പുള്ളി കൊച്ചു കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ദേഷ്യമാവും. ഈ അറബി എങ്ങനെയെങ്കിലും തട്ടണം എന്നുള്ള ദേഷ്യവും അതിങ്ങനെ മനസ്സിലിങ്ങനെ ഒതുക്കി വെച്ചേക്കുക. അപ്പോൾ ഒരു തരത്തിൽ അപ്പം ഇങ്ങനെ നടന്നു. അപ്പം ഈ ഒരു ഫാമിലോട്ട് അറബിയുടെ കൂടെ ഒരു പെണ്ണ് വരുന്നുണ്ട്. അതാണ് ഇതിനകത്തെ നടി എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ നടിയുണ്ട്. ഒത്തിരി വരുന്നേ ഉള്ളൂ. വിജയുടെയൊക്കെ ഔഷധം വരുന്നേ ഉള്ളൂ. അപ്പം ഒരു അറബിയുടെ കൂടെ ഒരു നടി വരുന്നത്. അപ്പോൾ ആ നടിയെ കാണുമ്പോഴേ ഈ കോപ്രായം കാണിക്കുന്ന രണ്ടാമത്തെ വിജയം ഉണ്ടല്ലോ, ആ വിജയ്ക്ക് അയാൾക്കങ്ങ് ഇഷ്ടമാവും ആ കോപ്രായം കാണിക്കുന്ന ആൾക്ക്. അപ്പോൾ അയാൾ കയറി ഇഷ്ടപ്പെട്ട് അയാൾ പിന്നെ അവിടെ പോയി കിടന്ന് ബ്ലാക്ക് ഹ്യൂമറും അറബിയായിട്ടൊക്കെ ബ്ലാക്ക് ഹ്യൂമർ പറച്ചില്ല. എന്ന് വെച്ചാൽ ഇതുപോലെ അവിടെ പോയി ബ്ലാക്ക് ഹ്യൂമർ പറച്ചിലും പിന്നെ അവിടെ പോയി ഒരു അടിച്ചുപൊളി പാട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ച് അറബികളും ആ നടിയൊക്കെ ആയിട്ട് നല്ലൊരു പാട്ട് അവിടെ വെച്ച്. ആ പാട്ടെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പടം സീരീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് എന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടമായി. അറബിയുടെ മോളും ഒരാൾ സെറ്റായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കഥ സീരീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ആ പെൺകൊച്ചിനെ അറബി പിന്നെ ചൂഷണം ചെയ്യാൻ വരുമോ. ഇത് കണ്ടുകൊണ്ട് നിന്ന ഇയാൾക്ക് സഹിക്കുന്നില്ല. ഈ വിജയ്ക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരാളുണ്ടെന്ന് പറയില്ല, അയാൾക്ക് സഹിക്കുന്നില്ല. അയാൾ ചെന്ന് ഇടപെടും. അങ്ങനെ ഇടപെട്ട് അവിടെ വെച്ച് അവിടെ ഇടപെടാൻ നിൽക്കുമ്പം ആദ്യമേ ഈ പെൺകൊച്ചിനെ പിടിച്ചുകൊണ്ട് പോകുന്ന സ്ഥലത്ത് വെച്ച് ഈ അറബി തെറിച്ച് വീഴുക. ഒരു മാസ് സീൻ കാണിക്കണ്ടേ. തെറിച്ച് വീണ് കഴിയുമ്പോൾ ഇത് ആരാ ഇടിച്ചെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ഒരു മാസ് സീൻ. അവിടെയാണ് പുള്ളിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. പുള്ളി നാട്ടിലെ എല്ലാവരെയും വിറപ്പിക്കുന്ന വലിയ റൗഡിയായിരുന്നു. ആ റൗഡി ഇവന് ഒതുങ്ങിപ്പോയത്. അപ്പോൾ ആ ഒരു റൗഡിയുടെ ഫ്ലാഷ് ബാക്കാണ് അവിടെ ഇടിച്ച് തെറിപ്പിച്ചിടുമ്പം കാണിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് മൂന്നാല് അറബിയുണ്ട്. അറബിയായിട്ട് നല്ല മാസ് സംഘടന രംഗം എല്ലാം ഉണ്ട്. മാസ് ഫൈറ്റും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2011 നമ്മളെ കഥ നടക്കുന്നതെന്ന് പറഞ്ഞ്. അപ്പം ആ ഒരു 1993 നടന്ന കഥയാണ്. അപ്പോൾ ഈ അറ്റ്ലി ആയതുകൊണ്ട് അത് 2010 മാറ്റി. അപ്പോൾ അത് കഴിയുമ്പം അവിടെ ഫോൺ കോൾ വരിക. അതായത് അവിടെ വെച്ചാണ് ട്വിസ്റ്റ് എന്തെന്ന് പറഞ്ഞാൽ അറബിയായിട്ടുള്ള ഒരു വിജയമുണ്ട്. അയാളാണ് വിളിക്കുന്നത്. അയാൾ വിളിച്ചിട്ട് പറഞ്ഞ് അയാളുടെ അച്ഛനാണിത്, ഈ അറബി. അപ്പോൾ ഇയാൾ അച്ഛനെ അടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വരുന്നുണ്ട്, ഫാമിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഇവർ തമ്മിൽ സംസാരിക്കുക. പക്ഷേ അറബി ആയിരുന്നെങ്കിലും ഇവർ രണ്ടുപേരും തമിഴാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കും, ഇയാളും സംസാരിക്കും, ഇയാൾ നല്ലോണം സംസാരിക്കും. അങ്ങനെ അയാൾ ഞാൻ ഈ ഫാമിലോട്ട് വരാൻ പോകുന്നു, ഇനി നമുക്ക് നേരിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും മാസമായിട്ട് വരും. അപ്പോൾ ഇയാൾ കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് പറയും വിജയുടെ സാധാരണ ഡയലോഗ്, ഐ ആം വെയിറ്റിംഗ്. അവിടെ വെച്ച് രണ്ടുപേരും അത് വെച്ചാൽ 2 സ്ക്രീനിൻ്റെ 2 പേര് വന്നു. അത് കഴിഞ്ഞിട്ട് 2 സ്ക്രീനിൻ്റെ പകുതി വെച്ച് ഒരു പകുതിയിൽ ഈ ഫാമിലെ ആളും മറ്റേത് റൗഡിയല്ല അറബിയും തമ്മിൽ പകുതി വെച്ചിട്ട് ഇൻട്രൊമിഷൻ. അവിടെ വെച്ചാണ് മാസ് BGM ഒക്കെ വെച്ച് അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്, ബാസ് BGM ഒക്കെ വെച്ച് അവിടെ നിർത്തും ഇൻട്രവെല്ല്. പിന്നെ ഇൻട്രോവൽ കഴിഞ്ഞിട്ട് ആരും ഓടല്, സെക്കൻഡ് ഹാഫ് ഉണ്ട്, അതുകൂടെ കേൾക്കണം. സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോഴാണ് ഈ കഥ തുടങ്ങുന്നത്. പറഞ്ഞാൽ പുള്ളി ആ കൊച്ചിനെ സഹായിക്കുക കേട്ടോ. ഒരു വിജയ് മറ്റേ ആളാണെങ്കിൽ മറ്റേ ആ പെണ്ണിൻ്റെ പുറകെ പോയിട്ടുണ്ട്. മറ്റേ ആൾ. അപ്പോൾ പെണ്ണിൻ്റെ പുറകെ പോയിട്ടുണ്ട്. ഇയാൾ ഇച്ചിരി സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഇയാളെ ഉണ്ടല്ലോ. അപ്പോൾ ഇയാൾ ആ പെൺകൊച്ചിനെ സഹായിച്ച് ആടുകളെ ഇതൊക്കെ ആക്കാൻ വേണ്ടി ഇയാൾ നടക്കുക. അതിൻ്റെ ഇടയ്ക്കാണ് മറ്റേ ആളുടെ എൻട്രി വരുന്നത്. അയാൾ ഹെലികോപ്റ്ററിലാണ് വരുന്നത് കേട്ടോ. കാരണം മരുഭൂമിയില്ലേ, ഹെലികോപ്റ്ററിലോട്ട് വരണം. അപ്പോൾ അങ്ങനെ ഇയാൾ ഹെലികോപ്റ്ററിലോട്ട് വന്നിട്ട് അതിൻ്റെ കൂടെ 2-3 നടിമാരുണ്ട്. അതായത് മറ്റേ ആ റൗഡിയായിട്ട് വരുന്ന ആളുടെ കൂടെ 2-3 പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വെമ്പാട്ടി. അപ്പോൾ അങ്ങനെ ഒരാൾ 2-3 സൈഡിൽ നിന്നോട്ടാണ് വരുന്നത്. കാരണം മാസ് ഫീല് കാണിക്കണ്ടേ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേ
ഇയാളുമായിട്ട് 2 ഡയലോഗ് പറിച്ചില്ല. അതായത് അതും വിജയ് ഇതും വിജയ്. ഇപ്പോൾ 3 വിജയ് നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടും കൂടെ നിന്ന് കാര്യം പറഞ്ഞില്ല. അങ്ങനെ കാര്യം പറഞ്ഞ് ഇയാൾക്ക് ഇയാൾക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട്. ഇയാൾക്ക് അടി കൂട്ടണമെന്നുണ്ട്. ആരാ ഈ അടിമയായിട്ട് നിൽക്കുന്നത്. പക്ഷേ അയാൾ അത് പരമാവധി എല്ലാം കടിച്ചു പിടിച്ചിട്ട് ഒഴിഞ്ഞു മാറിയിട്ട് പിന്നെ ഇയാൾ പിന്നെ മാറി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ ഈ പെൺകൊച്ചിനെ ചൂഷണം ചെയ്യുന്ന പിന്നെ കാണിക്കുന്നുണ്ട്. പെൺകൊച്ചിനെ ചൂഷണം ചെയ്യുമ്പം അറ്റ്ലിയുടെ പടമായിട്ട് സാധാരണ കൊച്ചു പിള്ളേരെ വെച്ച് ചൂഷണം ചെയ്യുന്നത് കാണിക്കും. അങ്ങനെ പെൺകൊച്ചിനെ വെച്ച് ചൂഷണം ചെയ്യുന്ന അവിടെ വെച്ചിട്ട് ഇയാൾ അറബിയും തമ്മിൽ ഏറ്റുമുട്ടുക. അങ്ങനെ കഥ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. കഥ അങ്ങേയറ്റം പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ കഥ മുറുകുന്നതിൻ്റെ ഇടയ്ക്ക് ഇയാൾ അറബിയും ഇയാളും തമ്മിൽ, അറബിയും ഈ ഒരു വിജയും തമ്മിൽ, രണ്ടും വിജയ്. അപ്പോൾ ഇവർ തമ്മിൽ ഫൈറ്റ് ആവുന്നതിന് മുമ്പ് ആദ്യമേ ഞാൻ പറഞ്ഞിട്ടായിരുന്നു വെമ്പാട്ടിയായിട്ട് വരുന്ന 2 പേരുണ്ടെന്ന് പറഞ്ഞില്ലേ വിജയ് മറ്റേ ആളുടെ കൂടെ. ആ 3 പെണ്ണുങ്ങളും വിജയമായിട്ടാണ് ആദ്യത്തെ ഫൈറ്റ്. അവരെ ഫൈറ്റ് ചെയ്ത് ആദ്യമേ 3 എണ്ണനെ തട്ടും. അതാ ഈ അടിമയായിട്ടുള്ള അയാൾ തട്ടി കഴിഞ്ഞിട്ട് പിന്നെ വിജയ് അറബിയും ഇയാളും തമ്മിൽ ഫൈറ്റ് ആവും. അങ്ങനെ മാസ് ഫൈറ്റ് കഴിഞ്ഞിട്ട് അവിടെ കിടക്കുന്ന ഒരു ലോറി ഉണ്ട്. ഞാൻ ആദ്യമേ വന്നിട്ടായിരുന്നു. ആ ലോറി അവിടെ കിടക്കുക. ആ ലോറിക്കകത്ത് ഇവിടത്തുള്ള ആടുകളെല്ലാം കയറ്റും ഇയാൾ ഈ വിജയ്. എന്നിട്ട് മറ്റേ ആളുടെ അടുത്ത് പറയാം, എന്നിട്ട് പെണ്ണിൻ്റെ കൂടെ നടക്കുന്ന അവൻ്റെ അടുത്ത് പറയുക ഈ ആടുകളെല്ലാം അതിനകത്ത് കയറ്റാൻ പറയും. അങ്ങനെ കയറ്റിയിട്ട് ഇവന് ഏകദേശം അറബിയുടെ പരിപാടി ഏകദേശം തീരാറായി. അങ്ങനെ എല്ലാവരും തീർത്ത് കഴിഞ്ഞിട്ട് ഈ ആടുകളെല്ലാം ഇതിനകത്ത് കയറ്റുക. ഈ ലോറിക്കകത്ത് കയറ്റി എന്നിട്ട് KC ലോറിയുടെ പുറകെ കയറ്റിയിട്ട് ഇത് ആ പെൺകൊച്ചിനെ എടുത്ത് കൊണ്ടുവന്ന് ഹെലികോപ്റ്ററിൽ കൊണ്ടുവച്ച് ഇരുത്തിയിട്ട് പിന്നെ മറ്റവൻ്റെ അടുത്ത് പറയുക നീ ഇത് ഓടിക്കാൻ പറയും. അല്ല ആ ലോറി ഓടിക്കാൻ പറയും. ഇയാൾ ഹെലികോപ്റ്റർ ഓടിക്കാം. പക്ഷേ പുള്ളിക്ക് അങ്ങനെ ഹെലികോപ്റ്റർ ഓടിക്കാൻ അറിയത്തില്ല. പക്ഷേ VFX ആയിരിക്കും ചുമ്മാ കയറി ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് പുള്ളി കയറി ഹെലികോപ്റ്ററിനകത്ത് കയറി ഇരുന്ന് ഓടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുക. അപ്പോൾ അങ്ങനെ ഈ മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുന്ന അപ്പോൾ ആടുകളെ രക്ഷപ്പെടുത്തണം. അവിടെയുള്ള അറബിയുടെ ഒരു മോളും ഉണ്ട് ഈ മറ്റേ ആൾക്ക് സെറ്റ് ചെയ്തത്. ഇവരും 2 പേരും കൂടി മറ്റേ ലോറിക്കകത്തും വരും ആടുകളെ കയറ്റിക്കുന്നത്. ഇയാൾ ഒറ്റയ്ക്ക് മറ്റേ കൊച്ചുമായിട്ട് ഹെലികോപ്റ്ററിൽ വരും. അങ്ങനെ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് ഇയാൾ പറക്കുക. അങ്ങനെ പറന്ന് ഈ ആടുകളെ എല്ലാം വെളിയിൽ കൊണ്ടുവന്ന് വെളിയിലുള്ള നല്ല ഫാമിൽ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിച്ചിട്ട് ഈ കൊച്ചിനെ മറ്റേ ആൾ ഈ ഫാമിൽ കൊണ്ടുവന്ന് എല്ലാവരും കൊടുത്തിട്ട് മറ്റേ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന ആൾ ഇവരുടെ അമ്മയെ കൊണ്ടുവന്ന് കൊച്ചിനെ കൊടുക്കുക. അങ്ങനെ കൊച്ചിനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇയാൾ അപ്പം അവരുടെ അമ്മയ്ക്ക് സന്തോഷമല്ലോ. അവരുടെ അമ്മ അപ്പോൾ ഇയാളെ അനുഗ്രഹിക്കും. ഇയാളാണ് സാമിക്കും മേലെ ഒരുവൻ നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് അനുഭവിക്കും. അങ്ങനെ അവിടെയാണ് പടത്തിൻ്റെ ടൈറ്റിൽ അവിടെ കാണിക്കുന്നത്. ഇത് ഗോഡ് ലൈഫ് സാമിക്കും മേലെ ഒരുവൻ. അവിടെയാണ് ടൈറ്റിലിൻ്റെ ഇത് റിവീൽ ചെയ്യുന്ന അവിടെ വെച്ചാൽ. അത് കഴിഞ്ഞിട്ട് ഇയാൾ തിരിച്ച് മറ്റേ ആളെ നോക്കി നിൽക്കുമല്ലോ. മറ്റേ അറബിയുടെ മോളെ സെറ്റാക്കിക്കൊണ്ടിരുന്ന മറ്റേ ആൾ ഏകദേശം വന്നുകൊണ്ടിരിക്കുമോ. അയാൾ വന്നു കഴിയുമ്പം എയർപോർട്ടിൽ പോകുന്നതിന് മുമ്പ് പ്രസ് മീറ്റ് വെക്കണം. കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഒരു പ്രസ് മീറ്റ് എല്ലാ പടത്തിലും കാണുമല്ലോ അറ്റ്ലിയുടെ. അപ്പോൾ ഒരു പ്രസ് മീറ്റ് കാണിക്കും. അപ്പോൾ എല്ലാവരും സൗദി അറേബ്യയെ പറ്റിയാണ് പറയുന്നത്. എല്ലാവരും ഇവിടുത്തെ രാജഭരണം അവസാനിപ്പിച്ച് ജനാധിപത്യ ഭരണം കൊണ്ടുവരണം. അവർ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം. ഓരോരുത്തർക്കും ഓരോ വോട്ട് വെച്ച് അങ്ങനെയുള്ളൊരു പ്രസ് മീറ്റ് അവിടെ നടത്തി കഴിഞ്ഞിട്ട് ഇവർ 3 പേരും കൂടി തിരിച്ച് അങ്ങോട്ട് വന്നത് 2 പേര്, അങ്ങോട്ട് പോയപ്പോൾ 3 പേര്. കാരണം അറ്റ്ലി പടം അല്ലേ. അപ്പോൾ അങ്ങനെ മറ്റേ ഫാമെല്ലാം കത്തിച്ച് അതിനുവേണ്ടി ഇവരെല്ലാം കയറ്റി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു അടിച്ചുപൊളി ഐറ്റം സോങ് അവിടെ വെച്ച് അടിച്ചുപൊളി ഐറ്റം സോങ് കഴിഞ്ഞിട്ട് പടം തീരുന്നതിന് ആരും ഇറങ്ങിപ്പോകില്ലേ, തിയേറ്ററിൽ നിന്ന് ആരും ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അവിടെ ഒരു കോള് വരിക. അതായത് ചേട്ടൻ്റെ സീരിയസ് ആയിട്ട് നിൽക്കുന്നത് അയാൾക്കൊരു കോള് വരിക. കോള് വേറെ ഒന്നുമല്ല, അറബി നാട്ടിൽ ആൾ തിരക്കി ഇയാളെ നാട്ടിൽ വന്നിട്ടുണ്ട്. ആരെന്ന് പറഞ്ഞാൽ നേരത്തെ ആദ്യമേ അറബിയുടെ മോനായിട്ട് വന്ന ആൾക്ക് ഒരാൾ തിങ്സാണ്. ഒരാളെയാണ് ഇയാൾ കൊന്നത്. മറ്റേ ആൾ ഈ കൊന്ന ആളെ തിരക്കി നാട്ടിൽ വന്നിട്ടുണ്ട്, അതായത് തമിഴ്നാട്ടിൽ. അപ്പോൾ അങ്ങനെ തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇയാളെ കോൾ ചെയ്യുക. അങ്ങനെ 2 പേരും സ്ക്രീനിൻ്റെ പകുതിയായിട്ട് കാണിച്ചിട്ട് സെക്കൻഡ് പാർട്ട് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് നിർത്തി. അങ്ങനെ ആട് ജീവിതം തമിഴ് റീമേക്ക് അവസാനിക്കുകയാണ്. അങ്ങനെ ആട് ജീവിതം ദ ഗോഡ് ലൈഫ് സാമിക്കും മേലെ ഒരുവൻ ആ പടം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഒരു പടം തമിഴ്, അതായത് ഈ മലയാളത്തിൽ ആട് ജീവിതം നല്ല അടിപൊളിയായിട്ട് അവരെടുത്ത് വെച്ചുകൊണ്ട് ഇമോഷണലി കണക്ട് ചെയ്ത് എടുത്ത് വെച്ചുകൊണ്ട് ഇത് തമിഴ് പോയി കഴിഞ്ഞാൽ ഇത് തന്നെ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു സ്റ്റോറി. സാധാരണ പ്രത്യേകിച്ച് അറ്റ്ലിയുടെയും വിജയുടെയും കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ സ്റ്റോറി പോകുന്നത്. അപ്പോൾ ഇത്രയും ഇത് എല്ലാവരും എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇതൊരു ഫണ്ണി ആയിട്ട് കണ്ട് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.